പ്രസവാനന്തര ശുശ്രൂഷ. ഇപ്പോൾ പോസ്റ്റ്പാർട്ടവും പ്രഗ്നൻസിയും ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു കാലമാണ്. ഒരുപാട് അറിവുകൾ നമുക്കുള്ളൊരു കാലമാണ്. ആരോഗ്യത്തിൽ ഞാൻ റീനു. എനിക്കൊപ്പം നീരൊഴുക്കിൽ എന്ന് പറയുന്ന സ്ഥാപനം അതൊരു 4th ജനറേഷനിൽ അവിടെയുള്ള ഡോക്ടറാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്, ഡോക്ടർ പാർവതി. ഡോക്ടർ, ഞാൻ മനസ്സിലാക്കിയത് ഡോക്ടറുടെ തന്നെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ പ്രഗ്നൻസി പോസ്റ്റ്പാർട്ടത്തിലേക്കൊക്കെ വരുന്നതും ഇതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതും. എന്ത് സ്റ്റോറി ആയിരുന്നു അത്? ബേസിക്കലി ഞാനൊരു 15 ഇയേഴ്സ് തൊട്ട് തന്നെ ഒരു PCOS പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ഭയങ്കര ഒബേസും ഒരു ഈ പറയുന്ന പോലെ PCODയുടെ എല്ലാ ഫീച്ചേഴ്സും ഹെയർ ഗ്രോത്തും ഒക്കെ ആയിട്ട് ഒരു മെയിൽ ക്യാരക്ടറിസ്റ്റിക് കൂടുതലുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് അന്നും അറിയില്ല. കാരണം ഇന്ന് നമ്മൾ PCOD എന്നൊക്കെ പറയുന്ന ഒരു സാധനം അന്ന് എൻ്റെ ആ ഒരു 15 ഇയേഴ്സിലൊന്നും ഞാൻ അറിയുന്നില്ല. സോ അത് നമ്മൾ അങ്ങനെ തന്നെ കൊണ്ടുപോയി. ബട്ട് എൻ്റെ ഫാമിലി ആയുർവേദം ആയതുകൊണ്ട് ഞാൻ ആയുർവേദം ആ ഒരു കോഴ്സ് തന്നെ എടുത്തു. അങ്ങനെ ഞാൻ ആയുർവേദത്തിൽ പഠിക്കുന്ന സമയത്ത് ഈ PCODയെ കുറിച്ച് അറിയുകയും അപ്പോൾ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ കറക്ഷൻ മാത്രമാണ് ഇതിനുള്ള ഏക സൊല്യൂഷൻ എന്ന് മനസ്സിലാക്കി അത് ഞാൻ ഫോളോ ചെയ്ത് ഞാനൊരു നല്ല ഒരു ലൈഫ് സ്റ്റൈലിൽ വന്ന് എനിക്കൊരു മാരേജ് അല്ലെങ്കിൽ ആ ഒരു ടൈമിലൊക്കെ ആയപ്പോൾ ഞാൻ ബാക്ക് ടു ഒരു നോർമൽ പേഴ്സണെ പോലെ തന്നെ ആവുകയായിരുന്നു. പക്ഷേ എൻ്റെ ലൈഫ് ഒരു കംപ്ലീറ്റ്ലി അപ്സൈഡ് ഡൗൺ ആയത് ഒരു പ്രഗ്നൻ്റ് ആയപ്പോഴാണ്. വളരെ ആഗ്രഹിച്ചുണ്ടായ ഒരു കുഞ്ഞാണ്. പക്ഷേ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററും സെക്കൻഡ് ട്രൈമസ്റ്ററും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു വോമിറ്റിംഗ് പോലും ഉണ്ടായിരുന്നില്ല. വളരെ ഒരു സ്മൂത്ത് ഫേസാണ്. തേർഡ് ട്രൈമസ്റ്റർ എത്തിയ സമയത്ത് റൈറ്റ് ഫ്രം 68 kg നേരെ 136 kg എന്നുള്ളൊരു വെയിറ്റിലേക്കാണ് ഞാൻ പോയത്. അപ്പോൾ ആ 136 kg എന്ന് പറഞ്ഞാൽ എന്നെ ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്ക് പബ്ലിക്കലി ഇറങ്ങാൻ പറ്റുന്നില്ല. ദേഹം മൊത്തം നീരായി. അങ്ങനെ ഒരു 8th മന്ത് ആയ സമയത്ത് എനിക്ക് ഒരു പ്രീ എക്ലാംസിയ എന്നുള്ള കണ്ടീഷനാണ്. ഹൈ നമുക്ക് BP, ദേഹത്ത് മൊത്തം നീര് വരിക, ലങ്സ് വരെ എടിമയാവുന്ന ഒരു കണ്ടീഷനാണ്. ഇതൊക്കെ മേ ബി പഠിച്ചിട്ടുണ്ടെന്നല്ല, ഞാനങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. അതിൻ്റെ ഒരു എക്സ്ട്രീം കേസായിരുന്നു. ഒരു 8th മന്ത് ആയപ്പോഴത്തേക്കും ഒരു ലൂസ് മോഷൻ പോലെ വന്ന ഒരു ഡയറിയ മാതിരി വന്നിട്ട് ഹോസ്പിറ്റലൈസ് ആയി. പിന്നെ ICUവിൽ തന്നെയായിരുന്നു ഒരു 2 months. അപ്പോൾ ആ 2 months എനിക്ക് ഉണ്ടായ ഒരു മേ ബി ഫിസിക്കലി ഡിസ്കംഫർട്ട്, മേ ബി ഞാൻ ഫുൾ ടൈം കിടക്കുന്നുണ്ടാവും. ഹോസ്പിറ്റൽ ഇതുണ്ടെങ്കിൽ ഒരു അവരുടെ കംഫർട്ടിലായതുകൊണ്ട് നല്ല മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കിട്ടി. പക്ഷെ മെൻ്റലി ഭയങ്കരമായിട്ട് ഞാൻ ഡൗൺ ആയിപ്പോയി. ഇതെങ്ങനെ ഞാനിനി റിക്കവർ ചെയ്യും, ബാക്ക് ടു ഇനി കുഞ്ഞിനെ നോക്കാൻ പറ്റുമോ. പക്ഷേ ഞാൻ ഇനി ചിലപ്പോൾ ഡെലിവറി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഓക്കെ ആവും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഡെലിവറി ആകണം എന്നുള്ളൊരിതിലായിരുന്നു. പക്ഷേ ലാസ്റ്റ് കുഞ്ഞിൻ്റെ ഒരു മൂവ്മെൻറ്റ് കുറഞ്ഞ സമയത്ത് ഒരു എമർജൻസി LSCS ആണ് ചെയ്തിരുന്നത്. അന്ന് ഈ പറയുന്ന പോലെ അനസ്തീഷ്യ എടുക്കുന്നത് നട്ടലിൽ മൾട്ടിപ്പിൾ ഇഞ്ചെക്ഷൻസ് എടുത്തിട്ടും കിട്ടുന്നില്ല എൻ്റെ ഈ വണ്ണം കാരണം. അപ്പം അങ്ങനെ ഇഞ്ചെക്ഷൻ എടുത്തു. ലാസ്റ്റ് കുഞ്ഞ് ഡെലിവറി ചെയ്ത് തന്നിട്ടും എനിക്ക് കുഞ്ഞിനോട് ശരിക്കും പറഞ്ഞാൽ ബോണ്ടിങ് ഇല്ല. എനിക്ക് കുഞ്ഞിനെ കാണുന്ന പോലും ഇഷ്ടമല്ല. ആ ഒരു ലെവലിൽ വരെ എത്തി. കാരണം അത്രയും ആഗ്രഹിച്ചെടുത്തൊരു കൊച്ചിനോട്. പക്ഷേ എൻ്റെ ഫാമിലി മൊത്തം, ഹസ്ബൻഡ് ആയിക്കോട്ടെ, എൻ്റെ ഫാമിലി കംപ്ലീറ്റ്ലി കൂടെ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കും മേ ബി ഒരു രീതി ഞാൻ മെൻ്റലി ഒരു പടി ഞാൻ മുന്നോട്ട് വന്നത്. പക്ഷേ തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന സമയത്ത് ഒരു വലിയ ക്വസ്റ്റ്യനാണ്, ഞാൻ എങ്ങനെ പഴയതുപോലെ ആവും. അപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ ഈ വേദഗുളി ഇതൊക്കെ ഇനി ആലോചിക്കുമ്പോൾ തന്നെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. മേ ബി ഞങ്ങൾ ആയുർവേദം പഠിക്കുന്ന സമയത്ത് ഈ പ്രസവരക്ഷ എന്നൊരു കൺസെപ്റ്റ് ഇല്ല. നമ്മൾ ജനറലി മസാജ് അല്ലെങ്കിൽ നീരിന് ചികിത്സകൾ അല്ലെങ്കിൽ വാദത്തിന് ചികിത്സ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഒരു പ്രസവരക്ഷയായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരാളും കൂടെ വരുന്ന പറയുമ്പോൾ ഞാനൊരു കംപ്ലീറ്റ്ലി നോ പറഞ്ഞ് കുറച്ച് നേരം നാളെ എന്നെ തന്നെ എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ ഞങ്ങളുടെ വീട് വൈദ്യശാലയാണ്. അപ്പോൾ ഞാനൊരു അവിടെ തിരുമന്ന ചേച്ചീനെ എടുത്ത് എൻ്റെ രീതിയിൽ, എൻ്റെ ശരീരത്തിൽ എന്താണോ പറ്റുന്ന ആ രീതിയിൽ നീര് കുറയാനുള്ള ചികിത്സകൾ ഗ്രാജുവലി തുടങ്ങി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു 1 week ഡിഫറൻസ് വരുന്നുണ്ട്. തിളച്ച വെള്ളം ഒഴിക്കാതിരിക്കുക, സ്റ്റിച്ച് കെയർ ചെയ്യാന്ന് പറയുക. കാരണം സ്റ്റിച്ചാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആ സമയത്ത് കെയർ ചെയ്യേണ്ടത്. ഇൻഫെക്ഷൻ വരാതെ നോക്കി എനിക്ക് ഒരു 90 days അല്ലെങ്കിൽ ഞാനൊരു 90th day ഒരു 40 days ട്രീറ്റ്മെൻറ്റ് ചെയ്ത് 90 days ആയപ്പോൾ എനിക്ക് തന്നെ ഒരു വിധം എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. കുഞ്ഞുമായിട്ട് ചെറിയ രീതിയിൽ ബോണ്ട് ചെയ്ത് ഒരു സ്ലോ രീതിയിലാണ്. പക്ഷേ വിത്തിൻ എൻ്റെ മോൻ്റെ ആദ്യത്തെ ഒരു ബർത്ത്ഡേക്ക് ഞാൻ എൻ്റെ പ്രീ പ്രഗ്നൻസി വെയിറ്റിലും ഹെൽത്തിലും എത്താൻ പറ്റി. അപ്പോൾ അത് എനിക്ക് തോന്നി ഇതുപോലെ ഒത്തിരി പേരുണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ, മേ ബി ഇതുപോലെ ഉള്ളിൽ വലിഞ്ഞിരിക്കുന്നവരും അല്ലെങ്കിൽ മാനസികമായിട്ട് ഡിപ്രസ്ഡ് ആയിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരണം എന്നുള്ളത്. സോ ഇതായിരുന്നു ഇനിഷ്യലി എനിക്കിത് സ്റ്റാർട്ട് ചെയ്യണം. 2014 എൻ്റെ മോൻ ജനിക്കുന്നത്. ഞാൻ 2016 ആണ് എൻ്റെ ഈ ഒരു സംരംഭമായിട്ട് തുടങ്ങുന്നത്. ഇപ്പം ഈ പറഞ്ഞ പ്രസവം ഇതിന് മുന്നേ തൊട്ട് തന്നെ വലിയൊരു ടെൻഷൻ നമുക്കുള്ളൊരു കാര്യമാണ്. ഇപ്പം ആക്സിഡൻ്റായിട്ട് ഒരു ആക്സിഡൻ്റൽ പ്രഗ്നൻസീസ് ഒരുപാട് വന്നു കഴിയുമ്പോഴും എല്ലാം പോസ്റ്റ്മോർട്ടം പ്രശ്നങ്ങൾ വരാറുണ്ട്.
ഒരുപാടുണ്ട്. ഞാനതിനെ പലതായിട്ട് ഡൈസെക്റ്റ് ചെയ്ത് ഞാൻ ചോദിക്കാം. ഇപ്പം പ്രസവം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെക്കുറിച്ച് സ്ത്രീകൾ സ്വയം ചിന്തിക്കുന്ന ഒരു സമയമാണ്, നാട്ടുകാർ ചിന്തിക്കുന്ന സമയമാണ്. അതായത് ഒരു ആവശ്യവുമില്ലാത്ത ഒരുപാട് കമൻറ്റുകൾ കേൾക്കുന്നതാണ്. പക്ഷേ ഇതിനെ ഞാൻ ഹെൽത്തി ആയിട്ട് രീതിയിൽ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. പ്രസവത്തിന് മുന്നേ നമ്മൾ പറയും മനസ്സുകൊണ്ട് തയ്യാറെടുക്കണം. ഗർഭിണിയാവുന്നതിന് മുന്നേ സ്ത്രീ മനസ്സുകൊണ്ട് തയ്യാറെടുക്കണം, പുരുഷനും മനസ്സുകൊണ്ട് തയ്യാറെടുക്കണം. അപ്പോൾ ഈ പ്രഗ്നൻസി ആലോചിക്കുമ്പോൾ മുതൽ ആയുർവേദം വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ? ആയുർവേദം എന്നുള്ളത് ഒരു ചികിത്സാ രീതി മാത്രമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞ പോലെ റീനു പറഞ്ഞ പോലെ തന്നെ ഹസ്ബൻഡും വൈഫും രണ്ടുപേരും പ്രിപ്പയർഡ് ആയിരിക്കണം. മേ ബി അവർ ഫിനാൻഷ്യലി ആയിരിക്കണം, അല്ലെങ്കിൽ അവർ ഇമോഷണലി അവരുടെ ജോബ് എല്ലാ രീതിയിലും കൂടെ കവർ ചെയ്തതിന് ശേഷം മാത്രമേ ഫസ്റ്റ് കൺസീവ് ചെയ്യാവുള്ളൂ. അതിനുശേഷമാണ് അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട്, അഡീഷണൽ സപ്പോർട്ട് വേണമെങ്കിലാണ് ആയുർവേദം ഒരു ചികിത്സ. അല്ലാതെ ആയുർവേദ വിധിപ്രകാരം പറയുകയാണെങ്കിൽ ഇതെല്ലാം പറയുന്നുണ്ട്. അതായത് ഹസ്ബൻഡായാലും വൈഫാണെങ്കിലും അവർക്കൊരു ഹെൽത്തി പ്രഗ്നൻസി പോകണമെങ്കിൽ അവർ രണ്ടുപേരുമുള്ള ബോണ്ടാണെങ്കിലും അവരുടെ മാനസികാവസ്ഥയും കുഞ്ഞിനെ വളരെയധികം എഫക്റ്റീവ്. അപ്പം ബാക്കി ചികിത്സാ രീതികളൊക്കെ അവർക്ക് ഈ പറയുന്ന പോലെ കാലിന് നീര് അങ്ങനെയൊക്കെ വരുന്നതിൽ നമുക്ക് കേസ് ടു കേസ് ഓരോരുത്തർക്കും കൊടുക്കാം. പക്ഷേ നമുക്കൊരു ആയുർവേദ വിധിപ്രകാരം അല്ലാതെ പറയുകയാണെങ്കിൽ എല്ലാവരും അവരുടെ ഭക്ഷണ രീതി, അവരുടെ വ്യായാമ രീതികൾ, അതേപോലെ അവരുടെ ഉറക്കം, ഇതെല്ലാം കറക്റ്റ് ചെയ്താൽ മാത്രമേ ഒരു കൺസീവ് ആവുന്നത്. അതുപോലെ ഞങ്ങൾ ഈ പ്രീ കൺസെപ്ഷൻ കെയറാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. ഇനി നമ്മൾ പറയുന്നൊരു ഗർഭാവസ്ഥയ്ക്ക് മുന്നേ തന്നെ നമ്മളിതിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ ഗർഭിണിയാവുന്നൊരു സമയത്ത്, ആ സമയത്താണ് ഏറ്റവും കൂടുതൽ എന്ത് ഭക്ഷണം കഴിക്കാം, എന്ത് ഭക്ഷണം കഴിക്കരുത്, എത്ര നേരം കിടക്കാം, എത്ര നേരം നടക്കാം, ഇതിനെക്കുറിച്ചുള്ളൊരു ചർച്ച വരുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു കാര്യമാണ്, പണ്ട് തൊട്ട് ആളുകൾ പറയും ആദ്യത്തെ 3 മാസം കംപ്ലീറ്റ് റെസ്റ്റ്. ശരിക്കും ഈ ആദ്യത്തെ 3 മാസം ഒരു കംപ്ലീറ്റ് റെസ്റ്റ് വേണോ, അല്ലെങ്കിൽ അതൊരു അസുഖം പോലെ കണക്കാക്കുന്നവരുണ്ട്? അതിലൊരു കാര്യമുണ്ടോ? ആക്ച്വലി ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസി ഒരു നാച്ചുറൽ ബർത്തിങ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ പ്രോസസ്സ് തന്നെയാണ്. അതിന് ഈ പറയുന്ന പോലെ ഫുൾ ടൈം കിടക്കണം എന്നുള്ളതല്ല. നമ്മൾ നോർമലി ഇപ്പോൾ പലർക്കും ബേബി ഫസ്റ്റ് പ്രഗ്നൻസി ഉള്ളവർക്ക് അറിയില്ല അവർക്ക് എന്തൊക്കെ ഗൈനക്കോളജിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ സെർവിക്സിന് വീക്ക്നെസ് ഉണ്ടോ എന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ ഇംപ്ലാന്റേഷൻ ടൈമിൽ നമ്മൾ കുറച്ചും കൂടെ ഭയങ്കര സ്റ്റേണസ് ആയിട്ടുള്ള എക്സസൈസസ്, അതായത് നമ്മളെ ഒരു യൂട്രസിൻ്റെ കോൺട്രാക്ഷനെ പ്രൊവോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്നേ ഉള്ളൂ. അല്ലാതെ ഫുൾ ടൈം കിടക്കുന്ന സമയത്ത് അവരെ കംപ്ലീറ്റ് മെറ്റബോളിസം ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് ഒരിക്കലും നമ്മൾ ഐഡിയൽ അല്ല. അവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം അവർ ചെയ്യണം. ബൈ എനി ചാൻസ് അവർക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ കോംപ്ലിക്കേഷൻ ലൈക്ക് സെർവിക്സിന് കട്ടിക്കുറവ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് അബോർഷൻസ് ഉള്ള കേസസിന് മാത്രമാണ് നമ്മൾ കിടക്കാനായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാവർക്കും നോർമൽ ആക്ടിവിറ്റിയിലേക്ക് പോകുന്നത് തന്നെയാണ് ഏറ്റവും ഐഡിയൽ. ഇപ്പം നമ്മളിപ്പോൾ ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ പലതരത്തിലുള്ള വൈറ്റമിൻസ് നമ്മളോട് എടുക്കാനായിട്ടൊക്കെ പറയും. പക്ഷേ ശരിക്കും നമ്മൾ ആ ഒരു പ്രഗ്നൻസി തൊട്ട് നമ്മൾ എന്തായാലും കഴിച്ചിരിക്കേണ്ട ഭക്ഷണങ്ങൾ, അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണങ്ങൾ അങ്ങനെയുണ്ടോ? ഇപ്പോൾ പലപ്പോഴും പറയുന്നതാണ് ഈ പൈനാപ്പിൾ കഴിച്ചുകൂടാ, കപ്പയ്ക്ക കഴിച്ചുകൂടാ എന്നൊക്കെ, അത് അബോർഷൻ ഉണ്ടാവും. അത് അങ്ങനെയല്ല. നമ്മുടെ ഗ്യാസ്ട്രിക്കിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്ത് സാധനമാണ്, ചിലപ്പോൾ എനിക്ക് ഇറിറ്റേറ്റഡ് ആവുന്നതായിരിക്കില്ല വേറെ ആൾക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ വരും. അപ്പം നമ്മുടെ ദഹനം ഇച്ചിരി ഒന്ന് ഇമ്പയർ ആവും, നമ്മുടെ ദഹനശക്തി കുറച്ച് മാറ്റം ഉണ്ടാവും. ഒരു കൺസീവ് ആവുന്ന സമയത്ത് ഗ്യാസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. അപ്പം അവർക്ക് എന്താണോ ഗ്യാസ് കൂടുന്നത് അല്ലെങ്കിൽ അവരുടെ ഡൈജഷനെ ബാധിക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. ചിലർക്ക് അത്രയും നാൾ അലർജി ഇല്ല, അല്ലെങ്കിൽ അത്രയും നാൾ അവരെ വയറ്റിനെ അപ്സെറ്റ് ചെയ്യാത്ത സാധനങ്ങൾ ചിലപ്പോൾ കൺസീവ് ആകുമ്പോൾ കുറച്ചുകൂടി അവർ സെൻസിറ്റീവ് ആയി കാണും. അല്ലെങ്കിൽ നമ്മളെല്ലാവരും കഴിക്കുന്ന പോലെ ഈ നോർമലായിട്ട് അവരുടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് വരാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ഞാൻ ഗർഭിണിയായ സമയത്ത് ആദ്യം തന്നെ അപ്പം പാല് പലർക്കും കുറവുള്ള കഥകൾ ഒരുപാട് നാട്ടിൽ പ്രചരിക്കുന്നതുകൊണ്ടായിരിക്കണം, അമ്മ തീരുമാനിച്ചു എന്ത് വന്നിട്ടുണ്ടെങ്കിലും പാലില്ലാതെ എൻ്റെ പേരക്കുട്ടി കഷ്ടപ്പെടരുത്. അപ്പം അമ്മ ഉടനെ എന്നോട് ആദ്യം തന്നെ പറഞ്ഞു, ചെറുപയർ കഴിച്ചാൽ പാലുണ്ടാവുമെന്ന് എല്ലാവരും പറഞ്ഞു. അതുകൊണ്ട് പ്രസവത്തിൻ്റെ ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ആ ആഴ്ചയിൽ തുടങ്ങിയ ഫുഡാണ് ചെറുപയർ. 9 മാസം ചെറുപയറായിരുന്നു. എനിക്ക് പാലുണ്ടായിരുന്നു, ഞാൻ 3 വയസ്സ് വരെ കൊച്ചിന് പാല് കൊടുക്കുകയും ചെയ്തു. പക്ഷെ ശരിക്കും ഈ ചെറുപയറും എൻ്റെ പാലും തമ്മിൽ കണക്ഷനുണ്ടോ? ചെറുപയർ ഒരിക്കലും അതുകൊണ്ട് മാത്രമാണ് പാലുണ്ടായെന്ന് ചോദിച്ചാൽ അല്ല. ഞാനൊരു ലാക്ടേഷൻ പ്രൊഫഷണൽ കൂടിയാണ്. അതിൽ നമ്മൾ പറയുന്നത് നമ്പർ ഓഫ് ലാച്ചിങ്, അതായത് എത്ര പ്രാവശ്യം കുഞ്ഞ് സക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് മാത്രമേ പാലുണ്ടാവും. ഇപ്പം നമ്മൾ എന്ത് കഴിച്ചു, കുഞ്ഞിനൊരു പ്രോപ്പർ ലാച്ചിങ് ഇല്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് കുഞ്ഞിനെ കൊണ്ട് സക്ക് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ പാൽ ഓട്ടോമാറ്റിക്കലി കുറയും. പിന്നെ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ആ പാലിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിന് ചെറുപയർ മാത്രമാണ്, ഉലുവ, ജീരകം, അതുപോലത്തെ ഭക്ഷണങ്ങളെല്ലാം നമ്മൾ കഴിക്കുന്ന നോർമലി കഴിക്കുന്ന പൾസസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പിന്നെ നമ്മൾ കഴിക്കുന്ന സപ്ലിമെൻറ്റ്സ് ആയിട്ടുള്ള അയൺ, കാൽഷ്യം, ഇതെല്ലാം ഇതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യത്തേ ഉള്ളൂ. അപ്പം നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് കുട്ടീനെ എങ്ങനെ ലാച്ച് ചെയ്യണം. ചിലപ്പോൾ ഇംപ്രോപ്പർ ലാച്ചിങ് ആയിരിക്കും പ്രശ്നം, പാലുണ്ടാവാത്ത. അപ്പോൾ കുഞ്ഞിനെ ലാച്ച് ചെയ്യാതെ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ബ്രസ്റ്റിൽ മിൽക്ക് കെട്ടിക്കിടക്കുകയും അതുകൊണ്ട് വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നതായിരിക്കും കൂടുതലും ഞാൻ കണ്ടുവരുന്നത്.
വെറുതെ മുഴുവൻ നാളും ഗ്യാസ് ഉണ്ടായിരുന്ന ഞാൻ ചെറുപയറും കൂടെ 9 മാസം കഴിച്ചു. അത് കഴിച്ചു ഒരു ഇച്ചിരി നാൾ. അന്ന് ഡോക്ടറെ കണ്ടെങ്കിൽ ഗതിയിലേക്ക് ഞാൻ വരില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു 4th മന്ത് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് വയറൊന്ന് കണ്ടു തുടങ്ങി. 4th മന്ത് ആയി കഴിഞ്ഞപ്പോഴാണ് പതുക്കെ വയറിനൊരാനൊക്കെ. അപ്പോൾ തന്നെ എന്നോട് എല്ലാവരും പറഞ്ഞു വയറിൽ സ്ട്രെച്ച് മാർക്ക് വരാണ്ടിരിക്കാൻ അപ്പം തൊട്ട് ക്രീം തേച്ച് തുടങ്ങിക്കോ. ആദ്യത്തെ മാസം തൊട്ട് നമ്മൾ ക്രീം തേച്ചുകൊണ്ടിരുന്ന മോയ്സ്ചറൈസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സ്ട്രെച്ച് മാർക്ക് വരത്തില്ലെന്ന്. അപ്പം ഞാൻ വളരെ കൃത്യമായി മോയ്സ്ചറൈസിങ് ക്രീമും അതും അവർ ബയോ ഓയിൽ അങ്ങനെ പല സാധനങ്ങളെല്ലാം തേച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രെച്ച് മാർക്ക് അതിൻ്റെ ഇഷ്ടം പോലെ അതിനുശേഷം വന്നു. അമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് ഒരു സ്ട്രെച്ച് മാർക്ക് പോലും പ്രസവം കഴിഞ്ഞ് വന്നിട്ടുമില്ല. അപ്പോൾ ഈ മോയ്സ്ചറൈസ് ചെയ്യുന്നത് അമ്മ ഒന്നും തേച്ചിട്ടുമില്ല. ഈ സ്ട്രെച്ച് മാർക്കും തമ്മിൽ കണക്ഷൻ ഉണ്ടോ? നമുക്ക് നമ്മുടെ ബോഡിയിൽ പ്രഗ്നൻ്റ് ആകുമ്പോൾ തന്നെ കോർട്ടിസോൾ എന്നുള്ളൊരു ഹോർമോൺ നമുക്ക് ഡെവലപ്പ് ആവുക ചെയ്യുന്നത്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കുഞ്ഞ് വലുതാവുന്നതിനനുസരിച്ച് മാത്രമല്ല അമ്മ ഇനി ഒബേസ് ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നൊന്ന് വലിയും. ഇതിൻ്റെ അതുപോലെ കോർട്ടിസോൾ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിന്നിൻ്റെ ഒരു തിക്നെസ് ഇച്ചിരി കുറയുകയും ഈ എലാസ്റ്റിൻ ഫൈബേഴ്സ് കൊളാജിൻ ഇതൊക്കെ ഒരു ബ്രേക്ക് ഉണ്ടാവും. ചിലർക്ക് ഇതൊന്നും ഉണ്ടാവില്ല. ചിലരുടെ സ്കിൻ കുറച്ചുകൂടെ തിക്കറായിരിക്കും. അപ്പോൾ ഈ ഫൈബേഴ്സ് ഒന്നും നമ്മൾ കാണില്ല. അപ്പം ചുമ്മാ ഒരു സ്ട്രെച്ച് മാർക്ക് ക്രീം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് മാറ്റമൊന്നും ഉണ്ടാവില്ല. സ്ട്രെച്ച് മാർക്ക് വരാനുള്ള സ്ട്രെച്ച് മാർക്ക് അവിടെ വരും, എന്തായാലും അത് ഡെവലപ്പ് ആവും. പക്ഷേ ഇതുകൊണ്ട് ചിലർക്ക് ചൊറിച്ചിൽ ഭയങ്കരമായിട്ട് വരും. ഈ ചൊറിച്ചിലുണ്ട് അവിടെ റാഷസ് വരിക, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അല്ല ചില മെഡിക്കൽ കണ്ടീഷൻസ് കൊണ്ട് ചൊറിച്ചിൽ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കുന്നത്. അല്ല ചുമ്മാ ഒരു ചൊറിച്ചിൽ വരുമ്പോൾ എല്ലാവരും ചൊറിഞ്ഞ് അവിടെ മുറിയുന്നുണ്ട്. അവരോടാണ് നമ്മൾ നോർമലി മോയ്സ്ചറൈസിങ് ക്രീം ഇടാൻ പറയുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൊളാജൻ ബിൽഡപ്പ് ചെയ്യാനായിട്ടുള്ളത്, അതുപോലെ എലാസ്റ്റിസിറ്റി നന്നായിട്ട് സ്കിന്നിന് ഉണ്ടാവാനായിട്ട് നമ്മൾ പൊമഗ്രനേറ്റ്സ് ഇതെല്ലാം ഫുഡിൽ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഈ എക്സ്റ്റേണലി ചുമ്മാ കുറേ ക്രീം തേച്ചാൽ മാത്രം ഇതിന് ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. ഇപ്പം നമുക്കാണെങ്കിൽ ഞങ്ങളും ക്രീംസ് സജസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഈ കുടങ്ങലൊക്കെ എലാസ്റ്റിസിറ്റി ഉണ്ടാവാനും കൊളാജൻ ബിൽഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ അത് നമ്മൾ പറയുന്ന ആഫ്റ്റർ ഡെലിവറി നിങ്ങൾ ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ റെഗുലർലി ഫോളോ ചെയ്യുക വിത്ത് പ്രോപ്പർ ഡയറ്റ്, അതായത് ഈ പറഞ്ഞ പൊമഗ്രനേറ്റ് അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ, അതായത് കൊളാജിനെ ബിൽഡ് ചെയ്യാനും എലാസ്റ്റിക് ഫൈബറിനെ വീണ്ടും ജോയിൻ ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു വ്യത്യാസം കാണും. അല്ലാതെ ഇത് വെറുതെ ഒരു മോയ്സ്ചറൈസ് ചെയ്തുകൊണ്ട് നമുക്ക് പോവില്ല. ചൊറിച്ചിലൊന്ന് കുറച്ച് കുറഞ്ഞ് കിട്ടും. അപ്പോൾ ചെറുപയറൊരു തീരുമാനം കഴിഞ്ഞു, മോയ്സ്ചറൈസറും വേസ്റ്റായി, പ്രസവം വരപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഇനി അതല്ലാതെ പാലുണ്ടാവാൻ വേണ്ടിയിട്ട് പ്രസവത്തിന് മുന്നേ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അങ്ങനത്തെ എന്തെങ്കിലും ഫുഡുകളുണ്ടോ? നമുക്ക് എപ്പോഴും പറയുന്ന ഭക്ഷണത്തിൽ ന്യൂട്രീഷണൽ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം എടുക്കണം എന്നാണ് പറയുന്നത്. കാരണം കുഞ്ഞ് വയറ്റിനുള്ളിൽ ഡെവലപ്പ് ആകുമ്പോൾ കുഞ്ഞിൻ്റെ മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ, ബോൺസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ എന്തൊക്കെ ആവശ്യമുണ്ടോ അമിതമായിട്ടല്ല അവരുടെ ഡൈജഷൻ കപ്പാസിറ്റിയും അവരുടെ ന്യൂട്രീഷൻ വാല്യൂ എത്രയാണ്, മേ ബി അവർ ഡയറ്റീഷ്യനെ കണ്ട് അവർക്ക് എത്ര ന്യൂട്രീഷനാണ്, എത്ര കലറിയാണ് കഴിക്കേണ്ടത്, അതിനനുസരിച്ചിട്ടുള്ള ഫുഡല്ല നെയ്യ് അങ്ങനെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. കുട്ടിക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ കൂടുതലും പറയുന്നത് വെളുത്തുള്ളി നന്നായിട്ട് ഭക്ഷണത്തിൽ ചേർക്കുക. അതേപോലെ അത് നമുക്ക് ഗ്യാസ് കുറയാൻ, അറ്റ് ദ സെയിം ടൈം മിൽക്ക് ഒരു ഗാലക്ടോഗോഗായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി, ഉലുവ, പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ് പറയുന്നത്. അല്ലാതെ ഇങ്ങനത്തെ ഫുഡ് കഴിച്ചാലൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് ശതാവരി കിഴങ്ങിൻ്റെ പൊടിയാണ്. അത് മേ ബി ഇപ്പോൾ അവർക്ക് പാൽ ഭയങ്കര നേർത്തതാണ്, അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഡെലിവറിക്ക് അവർക്ക് ഭയങ്കര തിന്നായിട്ടുള്ള പാലായിരുന്നെങ്കിൽ വി റെക്കമെൻഡ് ലൈക്ക് പ്രഗ്നൻസി ടൈം തൊട്ട് തന്നെ ശതാവരി കിഴങ്ങിൻ്റെ പൊടി അത് വീട്ടിലാണെങ്കിൽ ഉണക്കി പൊടിച്ച് നമുക്ക് പാലിൽ ചേർത്ത് അല്ലെങ്കിൽ വെള്ളത്തിൽ ചേർത്തായാലും എടുക്കാവുന്നതാണ്. അത് നമുക്ക് നല്ല വ്യത്യാസം, കാരണം ഫസ്റ്റ് സെക്കൻഡ് ഡെലിവറി കുറച്ച് തിക്ക് മിൽക്ക് ഉണ്ടാവുന്ന കാണിക്കാറുണ്ട്. പ്രഗ്നൻസി സമയത്ത് തന്നെ നമുക്കത് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രഗ്നൻസിയിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു സംശയമുണ്ട് ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പ്. അപ്പം ആദ്യത്തെ 3 മാസം ഞാൻ കേട്ടിരിക്കുന്നതാണ്, ആദ്യത്തെ 3 മാസം പാടില്ല, 4th, 5th, 6th, സെക്കൻഡ് ട്രൈമസ്റ്റർ ഇസ് സേഫ് ടു ഹാവ് എ ഫിസിക്കൽ റിലേഷൻഷിപ്പ്. പക്ഷേ ലാസ്റ്റ് ട്രൈമസ്റ്റർ ഒഴിവാക്കുക, അങ്ങനെയാണോ ശരിക്കും അത്? ഈ പറഞ്ഞാൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് എന്തെങ്കിലും മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, റിപ്പീറ്റഡ് അബോർഷൻസ് ഉണ്ട്, ഇഫ് അവരുടെ ഗൈനക്ക് പറയുകയാണ് അവർക്ക് അങ്ങനെ ഒരു ഫിസിക്കൽ കോൺടാക്റ്റ് വരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ തീർത്തും അവോയ്ഡ് ചെയ്യണം. ഇഫ് അവർക്കൊരു നോർമൽ ഹെൽത്തി പ്രഗ്നൻസി ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഐഡിയൽ നമ്മൾ ഒരു സേഫർ സൈഡ് എന്ന് പറയുന്നത് സെക്കൻഡ് ട്രൈമസ്റ്റർ തന്നെയാണ്. തേർഡ് ട്രൈമസ്റ്റർ വരുന്ന സമയത്തും ഈ പറഞ്ഞ പോലെ കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്. പിന്നെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാതെ ഒന്ന് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കാരണം ചെറിയ രീതിയിലുള്ള ഈവൻ ഒരു UTI ആണെങ്കിൽ പോലും അത് മദർക്കും കുട്ടിക്കും അതൊരു ദോഷമായി വരും. ഇനി പ്രസവം, ഈ നാച്ചുറൽ പ്രസവം എന്ന് പറയുന്നത് അത് പണ്ട് തൊട്ട് നമ്മൾ അത് എത്രയും പെട്ടെന്ന് നോർമൽ ആണെങ്കിൽ അത് ഈസി ആണല്ലോ, അല്ലെങ്കിൽ അതോടുകൂടി അതങ്ങ് തീർന്നല്ലോ എന്നുള്ളൊരു ഇതിനാണ്. അപ്പം അതിനുവേണ്ടി പണ്ട് തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക, മിറ്റം അടിക്കുക, സ്റ്റെപ്പ് കയറുക. ഞാൻ കുറേ സ്റ്റെപ്പ് കയറിയിട്ടുണ്ട് കേട്ടോ. കൊച്ചിൻ്റെ തല തിരിഞ്ഞിട്ടില്ലായിരുന്നു, തല മുകളിലായിരുന്നു, വെറുതെ സ്റ്റെപ്പൊക്കെ കയറി. പിന്നെ ലാസ്റ്റ് സ്കാനൊക്കെ ആയപ്പോഴാണ് പറഞ്ഞത് കൊച്ചു തിരിയുന്നില്ല, സി സെക്ഷൻ. ഞാൻ കയറിയ സ്റ്റെപ്പുകൾ ഞാൻ ഇപ്പോഴും ആലോചിക്കും. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറയും. നമ്മളിതൊക്കെ ചെയ്തതുകൊണ്ട് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി നോർമൽ വരുമെന്ന് ഉറപ്പുണ്ടോ?
ബി ആക്റ്റീവ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ മദറിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അവരെ മെറ്റബോളിസം നല്ലതാണെങ്കിൽ അവർക്കൊരു ഹെൽത്തി ഡെലിവറി ഉണ്ടാകും. പിന്നെ ഇപ്പോൾ പറയുന്ന പോലെ ഒരാൾക്ക് നാച്ചുറൽ ബർത്തിങ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ നടക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന മുറ്റടിക്കുന്നതിൻ്റെ മെയിൻ പർപ്പസ് നമ്മുടെ പെൽവിക് ഗേർഡിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടി ഇറങ്ങി വരേണ്ട ആ ഒരു ക്യാവിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ടൈറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതിനെ ലൂസ് നമുക്ക് ഈ പ്രഗ്നൻ്റ് ആകുമ്പോൾ നമ്മൾ കുറച്ച് ഡ്രൈ ആവും, മോയ്സ്ചർ ബോഡിയിൽ നിന്ന് കുറച്ച് കുറയും. അപ്പോൾ നമുക്ക് ഈ ജോയിൻറ്റ്സ് ഭയങ്കര ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ നാച്ചുറൽ ബർത്തിങ് ചിലപ്പോൾ ഒരു ഒബ്സ്ട്രക്റ്റഡ് ഡെലിവറി ആയിരിക്കും. അല്ലെങ്കിൽ കുറേ പേര് ഞാൻ കാണുന്ന ഫുൾ ടൈം കിടക്കുക അല്ലെങ്കിൽ ഒരു സെഡൻറ്ററി ലൈഫായിട്ടുള്ള ഒരു നോർമൽ ചെയ്താൽ പോലും ഈവൻ ടയർ ഉണ്ടാവുന്നുണ്ട്, ഒരു വെജൈനയുടെ അവിടെ നിന്ന് ഏനസിലേക്ക് ടയർ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ കുട്ടി ഭയങ്കര ഒബ്സ്ട്രക്റ്റഡ് ആയിട്ട് വരുന്നു, ഫോസപ്സ് ഇട്ട് എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവർ ആക്റ്റീവ് ആയിട്ടിരിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ മേ ബി ലൈറ്റ് യോഗ എക്സസൈസസ് ഒക്കെ അവർക്ക് മേ ബി ചെയ്യാം. അത് നമ്മൾ പറയുന്ന ആ പെൽവിക് ഏരിയ ഒന്ന് ലൂസ് ആവാനായിട്ടുള്ളതാണ്. മേ ബി അവർക്ക് ഇരുന്നുകൊണ്ട് തന്നെ പല യോഗ പോസ്റ്റേഴ്സ് ഉണ്ട്, നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെ പെൽവിസിനെ കുറച്ച് വികസിപ്പിക്കാനായിട്ടും. അതേപോലെ നമ്മളൊരു കീഗൾ എക്സസൈസ് എന്ന് പറയുന്നത് പെൽവിക് ഫ്ലോർ മസിൽസ് എന്ന് പറയും. അതായത് കുഞ്ഞ് വരുന്ന ആ സ്ഥലത്തെ മസിൽസ് ടൈറ്റ് ആയിട്ടിരുന്നാൽ അതൊക്കെ ഒബ്സ്ട്രക്ഷൻ ആയിരിക്കും. അത് കുഞ്ഞിനും അമ്മയ്ക്കും കുറച്ചുകൂടെ ലേബർ കുറച്ചുകൂടെ ഡ്യൂറേഷൻ ആയിരിക്കും. അതുകൊണ്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. സോ അത് ഒഴിവാക്കാൻ നമുക്ക് എപ്പോഴും പ്രഗ്നൻസിയിൽ ആക്റ്റീവായിട്ടിരിക്കുക, മസിൽസ് ലൂസാക്കുക, അവിടെ വേണമെങ്കിൽ ഒരു സിറ്റ്സ് ബാത്തൊക്കെ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന പോലെ വെജൈനൽ മസാജസ് ഉണ്ട്. അതായത് ഞങ്ങൾ ആയുർവേദ രീതിയിലാണെങ്കിൽ യോനി പിച്ചു എന്ന് പറയും. നമ്മളൊരു കോട്ടൺ വിക്ക് ധന്വന്തരം ഓയിലിൽ വെച്ചിട്ട് നമ്മൾ വെജൈനയുടെ അകത്തോട്ട് വയ്ക്കും. അപ്പം നമ്മുടെ ആ സെർവിക്സ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ ചെറുതായിട്ട് ലൂസാവും. അത് കഴിഞ്ഞ് നമ്മളൊരു യു ഷേപ്പിൽ ഡോക്ടേഴ്സ് തന്നെ അതൊരു യു ഷേപ്പിൽ ലൂസൻ ആക്കും. ഞങ്ങൾ പല വാട്ടർ ബർത്തിങ് സെൻറ്റേഴ്സ്, നാച്ചുറൽ ബർത്തിങ് സെൻറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഞങ്ങൾ ചെയ്യുന്ന ഈ വെജൈനൽ മസാജസ് ആണ്. അപ്പോൾ അവിടെ കുറച്ച് ലൂസാകുമ്പോൾ ഇവരുടെ ലേബർ ടൈം കുറച്ച് കുറയും. അതുപോലെ നമുക്ക് ഒത്തിരി കേസസ് ഉണ്ട്. ഈവൻ ഒരു എപ്പിസോട്ടമി സ്റ്റിച്ച് ഇല്ലാത്ത കുറേ പേര്, അതേപോലെ ലേബർ ചെറിയ ടൈമിൽ, അതായത് നമ്മളിപ്പോൾ 10-12 hours ഒക്കെ പറയുന്നവർക്ക് വളരെ മിനിമൽ ടൈമിനുള്ളിൽ വലിയ കാരണം ഈ പ്രഷർ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറച്ച് കോംപ്ലിക്കേഷൻ, കുറേ പ്രഷർ കൊടുക്കുമ്പോൾ യൂട്രസ് പ്രൊലാപ്സ് ആവുക, അതേപോലെ നമുക്ക് പൈൽസ് ഉണ്ടാവുക, കാലിൽ വെരിക്കോസ് വെയിൻ ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ കുറേ നമുക്ക് ഈ ഒബ്സ്ട്രക്റ്റഡ് ലേബറിനെ ഒഴിവാക്കാൻ പ്രഗ്നൻസി കെയർ അല്ലെങ്കിൽ പ്രഗ്നൻസി മസാജ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രഗ്നൻസി മസാജ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. സോ എന്താണ് ശരിക്കും അത്? ലൈക്ക് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു, പക്ഷേ എനിക്കത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതിൻ്റെ ആയിരിക്കാം. സോ അത് നിങ്ങൾ സെൻട്രി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പ്രഗ്നൻസി മസാജസ് ആണ് റാദർ ദാൻ പോസ്റ്റ്പാർട്ടം കെയർ. കാരണം നമ്മൾ ഈ എല്ലാം പ്രസവം കഴിഞ്ഞ് വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് ഒരു മിത്ത് പോലെയാണ് ചെയ്ത പ്രസവരക്ഷ എടുക്കണം എന്നുള്ളത്. ബട്ട് എന്തിനെടുക്കണം, എപ്പോൾ തൊട്ട് എടുക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോഴും പറയുന്നത് 20 weeks കഴിയുമ്പോൾ ഇവരെ സ്കാനിങ് കഴിയുമ്പോൾ, ബിക്കോസ് ഇന്ന് നമ്മുടെ ടെക്നോളജി അത്ര അഡ്വാൻസ്ഡ് ആണ്, നമുക്ക് അറിയാൻ പറ്റും അവർ അനാറ്റമിക്കലി ഓക്കെ ആണോ, ബേബി ഓക്കെ ആണോ. ഇപ്പോൾ എന്തെങ്കിലും മെഡിക്കൽ പറഞ്ഞാൽ റിപ്പീറ്റഡ് അബോർഷൻസ്, അതേപോലെ സെർവിക്സിന് ഭയങ്കര കട്ടി കുറവുള്ളവരൊന്നും നമ്മൾ എടുക്കില്ല. വി സ്ക്രീൻ ഇറ്റ് ഫസ്റ്റ്. അവർക്ക് എടുക്കാൻ പറ്റുക. അങ്ങനെ ഇല്ലാത്തവരെ നമ്മൾ ഇരുത്തി ചെറിയ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുക, അങ്ങനെ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക. അല്ലാത്ത കണ്ടീഷൻ നമ്മൾ എടുക്കാൻ പാടില്ല. അല്ലാത്തൊരു 20 weeks കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മൾ അതൊന്ന് അസസ് ചെയ്ത് അവർക്ക് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളൊരു ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിൽ കിടത്തിയിട്ടാണ് ഇവരെ തിരുമുന്നത്. അപ്പോൾ ഇതിനൊക്കെ സർട്ടിഫൈഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളാണ്. വി ട്രെയിൻ ലൈക്ക് അവർക്ക് എവിടെയൊക്കെയാണ് തൊടാൻ പാടാത്ത, എവിടെയാണ് അവർക്ക് ട്രിഗേർഡ് ആവുന്ന പോയിൻറ്റ്സ്, അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ ലെഫ്റ്റ് ലാറ്ററൽ, നമ്മൾ നേരെ കിടന്നു കഴിഞ്ഞാൽ എപ്പോഴും കാലിലേക്ക് പ്രഷർ പോവുക, അതുകൊണ്ട് കുറേ കോംപ്ലിക്കേഷൻ വരും. അപ്പോൾ നമ്മളെപ്പോഴും ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിൽ കിടന്നിട്ട് ഒരു ധന്വന്തരം ഓയിലായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റസ് നോർമൽ അഭ്യംഗം അല്ലെങ്കിൽ ആയുർവേദ മസാജിൻ്റെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് പ്രഗ്നൻസി മസാജ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു വളരെ സൂത്തിങ് ആയിട്ടുള്ള ഒരു മൈൽഡ് പ്രഷറിൽ കൊടുക്കുന്ന ചെറിയ രീതിയിലുള്ള മസാജ്. ഇത് ചെയ്യുന്നതുകൊണ്ട് അമ്മയ്ക്ക് ബോഡിയിൽ ഒരു ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകുന്നുണ്ട്, അവർക്ക് റിലാക്സേഷൻ, ഉറക്കം കറക്റ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രഗ്നൻസി മസാജ് ചെയ്യുകയും പ്ലസ് ഈ പറയുന്ന പോലെ നമ്മൾ ഈ ഒരു ലവ് ഹാൻഡിൽസിൻ്റെ അവിടെ ആയിരിക്കും കൂടുതൽ ഓയിലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ വണ്ടിക്കൊക്കെ ഗ്രീസ് ഇടുന്ന അതേ അവസ്ഥ തന്നെ അവിടെ ഭയങ്കര ഇറുകിയിട്ടാണ് ഇരിക്കുന്നത്. ഈ പെൽവിക് ജോയിൻറ്റ് 3 ബോൺസ് ചേർന്നിട്ടാണ് ആ ഗേർഡിൽ, ആ ഒരു പെൽവിക് ഗേർഡിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് കണക്ട് ചെയ്തെങ്കിൽ ചെറിയ ചെറിയ ലിഗമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിനെ ഒന്ന് ലൂസാക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ മേ ബി ഔട്ട് ഓഫ് ഇന്ത്യയിൽ ഇത് ഭയങ്കര കോമൺ ആണ് പ്രഗ്നൻസി കെയർ, എസ്പെഷ്യലി മലേഷ്യ, സിംഗപ്പൂരിലൊക്കെ ഇതൊക്കെ ഒരു റുട്ടീനാണ് പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ യോഗ ഇതെല്ലാം. സോ ഇതുകൊണ്ട് ഒത്തിരി പേരുമായിട്ട് നമ്മൾ റിസർച്ച് ചെയ്തപ്പോൾ ഇതിന് നല്ല റിസൾട്ട് ഉണ്ട്. വേറെ എനിക്ക് പ്രഗ്നൻസിയിൽ ഇതുണ്ടായിരുന്നപ്പം കൂടിപ്പോയി ഹസ്ബൻഡായിരുന്നു കാലമൊക്കെ തരാനുണ്ടാവുക. മേ ബി അവർ ചെയ്യുന്നത് പോലെ ഇംപ്രോപ്പർ വേ ആണ്. അപ്പം അത് നമ്മളൊരു അവയർനെസ് പോലെ എടുത്ത് കുറേ പേരിൽ ചെയ്തപ്പം ഈവൻ പോസ്റ്റ്മോർട്ടം റിക്കവറി കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അവർ കുറേ കഴിയുമ്പോൾ മെൻ്റലിയും അല്ലെങ്കിൽ അവർക്കൊരു മീഡേ എന്നുള്ളൊരു
ടൈമും ഞങ്ങൾ ആക്കി കൊടുക്കും. അതിൻ്റെ കൂടെ കൗൺസിലിങ്സും അവർ വരുന്ന സമയത്ത് ഡോക്ടർ കൺസൾട്ട് ചെയ്യാം, അവരുടെ ഡയറ്റ് ഇതെല്ലാം ഞങ്ങൾ റൈറ്റ് ഫ്രം 20 വീക്സ് തൊട്ട് ഞങ്ങൾ ടേക്ക് കെയർ. ഇപ്പോൾ നാച്ചുറൽ ബർത്തിങ് ഭയങ്കര കോമൺ ആണ്. ഇപ്പം പല ഹോസ്പിറ്റൽസിൻ്റെ അകത്ത് തന്നെ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിൻ്റെ അകത്ത് തന്നെ ഇങ്ങനത്തെ വാട്ടർ ബർത്തിങ് യൂണിറ്റ്സ് വരുന്നുണ്ട്. അപ്പം ദ റീസൺ ഇസ് ദാറ്റ് പീപ്പിൾ ആർ ലൈക്ക് ഇപ്പോൾ അവർക്കൊരു നാച്ചുറൽ വേയിൽ പോകണം, അല്ലെങ്കിൽ മിനിമൽ ഇൻവേസീവ്സ് മതി. ഡെലിവറി കഴിഞ്ഞ് ഈവൻ നമ്മൾ നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ പോലും വെജൈനയിൽ സ്റ്റിച്ച് ഉണ്ടാവും. ദാറ്റ് ഈസ് ഓക്കെ വിച്ച് മദേഴ്സ് എന്താണോ ചൂസ് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ബട്ട് സ്റ്റിൽ പീപ്പിൾ ഹു വോണ്ട് ടു ഗോ നാച്ചുറൽ ബർത്തിങ്, വേറെ അവിടെ ഒരു മിനിമൽ സ്റ്റിച്ചസേ അവർക്ക് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നില്ലായിരിക്കും. അങ്ങനെയുള്ളവർ കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യണം. പ്രഗ്നൻസി ടൈം ഈ കുട്ടി വരുന്ന ഒട്ടും ഒബ്സ്ട്രക്ഷൻ ഇല്ലാതെ വരണം. കാരണം അവർ കുറേയൊക്കെ നാച്ചുറൽ ഗ്രാവിറ്റിയിൽ ബർത്ത് ചെയ്യുന്നവരുണ്ട്, വാട്ടറിൽ ബർത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ബർത്തിങ്ങിനെയൊക്കെ കുറച്ചും കൂടെ ഈ പ്രഗ്നൻസി കെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർ ബർത്തിങ് നാച്ചുറൽ ബർത്തിങ്ങിനേക്കാളും ഈസിയർ ആണോ, പെയിൻലെസ് ആണോ? ഇത് എല്ലാത്തിനും പെയിൻ ഉണ്ട്, വിച്ച് വേ ഇറ്റ് ഇസ് ലൈക്ക് പെയിൻ ഉണ്ട്. പക്ഷെ നമുക്ക് പറയുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അല്ലെങ്കിൽ പ്രഗ്നൻസി ടേക്ക് കെയർ ചെയ്യുന്നത് ഈ പറഞ്ഞതിനൊക്കെ കുറച്ചും കൂടെ നമുക്ക് ഈസിയർ ആയിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റിച്ചിൻ്റെ രീതിയിലാണെങ്കിലും അതൊക്കെ വളരെ മിനിമൽ ആയി കഴിഞ്ഞാൽ ഒരു റിക്കവറി ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അല്ലാതെ മോസ്റ്റ് ഓഫ് ദി എല്ലാത്തിലും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്, അത് ഈസി അല്ല. ഇനി കുട്ടി ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മുടെ ഏറ്റവും വലിയ സംശയങ്ങൾ നമുക്ക് വന്നു തുടങ്ങാം. അതിൽ ഏറ്റവും ആദ്യത്തേത് കുട്ടി ഉണ്ടായി കഴിയുമ്പോഴത്തെ പാല് കൊടുക്കൽ തന്നെയാണ്. 4 മണിക്കൂറിൽ നമ്മൾ കുഞ്ഞിന് പാല് കൊടുക്കുക. അപ്പോൾ പാലില്ലാത്തവരുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലപ്പോൾ പറയും ലാക്ടോജനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ കലക്കി കൊടുക്കുക എന്നുള്ളത് പറയും. പക്ഷെ പാലില്ലാത്ത ഒരാൾക്ക് ആ സമയത്ത് പിന്നെ പല ടെൻഷനാണ്, പാല് വരാൻ വേണ്ടിയിട്ട് അത് ചെയ്യുക ഇത് ചെയ്യുക. അപ്പോൾ കുഞ്ഞുണ്ടാവുന്ന സമയത്ത് പാലില്ലാത്ത അമ്മമാർക്ക് പാലുണ്ടാവാൻ എന്താ ചെയ്യാൻ പറ്റുക? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് ലാച്ചിങ് കൂട്ടുക. ഈവൻ അവർക്ക് മിൽക്ക് ഇല്ലെങ്കിൽ നമ്മൾ പല മെത്തേഡ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പല പോസ്റ്റേഴ്സ് ഉണ്ട്, അതായത് കുഞ്ഞ് സക്ക് ചെയ്യിക്കാനും ഈവൻ കുഞ്ഞ് സക്ക് ചെയ്യുന്നില്ല. ഇതിനും ഒക്കെ പുറമെ കുഞ്ഞും അമ്മയായിട്ടൊരു ബോണ്ടിങ് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അതായത് എല്ലാവരും ഫോഴ്സ്ഫുള്ളി കുഞ്ഞിനെ കൊണ്ടുപോയി സക്ക് ചെയ്യിപ്പിക്കുക അങ്ങനെയൊക്കെ കാട്ടിലും ഇതൊരു ഭയങ്കര സ്ലോ സ്പീഡ്. ചിലർ ഞാൻ കാണുന്നുണ്ട് കുട്ടി കുറച്ച് നാൾ ICUവിലായിരിക്കും, അതുകൊണ്ട് പാല് കൊടുക്കാത്ത അമ്മമാരുണ്ട്. അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഭയങ്കര ക്വിക്ക് പ്രോസസ്സ് അല്ല, നമുക്ക് ഗ്രാജുവലി ഇൻട്രൊഡ്യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. ബിക്കോസ് ബേബി അത്രയും നാൾ വേറെണ്ണത്തിലിരിക്കുന്ന, അല്ലെങ്കിൽ കുട്ടി ഇപ്പം ലാക്ടോജൻ കുടിക്കുന്ന സമയത്ത് അതിന് ഈസിലി ബോട്ടിൽ കൂടെ കിട്ടുന്നതുകൊണ്ട് പെട്ടെന്ന് സക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു ന്യൂ ബോണിന് സക്ക് ചെയ്യുന്ന സമയത്ത് അവരെ കവിള് വെച്ച് സക്ക് ചെയ്യുമ്പോൾ അവർക്കും ഒരു കവള് ഇട്ട് സക്ക് ചെയ്യാന്ന് പറഞ്ഞ പ്രശ്നമാണ്. അത് ഭയങ്കര ഇനിഷ്യലി അവർക്ക് എൻജോയബിൾ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ബോട്ടിലിൽ നിന്ന് മദറിലേക്ക് സ്വിച്ച് ചെയ്യാന്ന് പറയുന്നത് ഒരു 1 ഡേ പ്രോസസ്സ് അല്ല, ഇതൊരു ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ബേബീനെ ആദ്യം സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റ് കൊണ്ടുവരിക. അമ്മയും കുഞ്ഞുമായിട്ട് ഒരു ഞങ്ങൾ പറയുന്ന ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് കുട്ടിയുടെ ഡ്രസ്സ് മാറ്റിയിട്ട് അമ്മയായിട്ട് സ്കിന്നായിട്ട് ഒരു കോൺടാക്റ്റ് വരും. ഇത് വരുമ്പോൾ തന്നെ കുഞ്ഞ് പതുക്കായിട്ട് ലിക്കിംഗ് പ്രോസസ്സ് എല്ലാം തുടങ്ങും. ഈ ലിക്കിംഗ് പ്രോസസ്സിലൂടെ ആയിരിക്കും അമ്മയുടെ ദേഹത്തും ആ മിൽക്ക് ഇജക്റ്റ് ചെയ്യാനുള്ള ഹോർമോൺസ് വരണം. കുട്ടിക്കും അതേപോലെ അത് ലാച്ച് ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ വരും. അപ്പോൾ ഇത് മൾട്ടിപ്പിൾ ടൈംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യും, ലൈക്ക് എത്ര ഫ്രീക്വൻസി ലാച്ച് ചെയ്യണം. മേ ബി കുട്ടി പൗഡർ ലൈക്ക് ഫോമുല എടുക്കട്ടെ, സ്റ്റിൽ നിങ്ങൾ ലാച്ച് ചെയ്യുക. ഇത് പതുക്കെ ഇപ്പോൾ കുട്ടി 8 നേരം കഴിക്കുന്നെങ്കിൽ നമ്മളൊരു 6 നേരം ഫോമുലയാക്കും. ഗ്രാജുവലി മദറിലേക്ക് 2 പ്രാവശ്യം, ചിലപ്പോൾ കുറച്ച് ചെറിയ ml ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ പതുക്കെ ഈ റേഷ്യോ മാറ്റി നമ്മൾ കംപ്ലീറ്റ്ലി മദേഴ്സിന് ബ്രസ്റ്റ് മിൽക്കിലേക്ക് തന്നെ അറ്റാച്ച്ഡ് ആക്കാനായിട്ടും പറ്റും. ബട്ട് ഇറ്റ് ടേക്സ് ടൈം. അപ്പോൾ ഇത് അമ്മയുടെ ആ ഒരു പേഷ്യൻസ് ആണ് ഇവിടെ ഏറ്റവും, അമ്മേനെക്കാട്ടി ചുറ്റുമുള്ളവരുടെ പേഷ്യൻസും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇപ്പോൾ ഞാൻ കാണാൻ കുറച്ച് പേര് ദിവസം ചെയ്യും, പെട്ടെന്ന് ഇതിന് റിസൾട്ട് ഇല്ല, ദേ വിൽ സ്വിച്ച് ടു ലൈക്ക് കംപ്ലീറ്റ്ലി ഫോമുല ഫീഡിങ്. പിന്നെ ഫോമുല ഫീഡിങ് ഓരോരുത്തരെയും മദേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. ഇഫ് ദേ ആർ കംഫർട്ടബിൾ ദാറ്റ്, ലൈക്ക് ഞങ്ങൾക്കും അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. ഇപ്പോൾ ഒരു അമ്മയ്ക്ക് ബ്രസ്റ്റ് മിൽക്കിലോട്ടാണ് വരണമെങ്കിൽ ഒരു ചെറിയ പ്രോസസ്സ് അല്ല, ഇതൊരു ബിഗർ പ്രോസസ്സ് തന്നെയാണ്. ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും കുറച്ച് ടൈം ടേക്കിംഗ് ആണ്. ബട്ട് അത് നല്ല രീതി. പിന്നെ ചിലർക്ക് മെഡിക്കൽ കംപ്ലയിൻറ്റ്സ് ഉണ്ടാവാം. സോ അതിന് നമുക്കൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. മദർ ഹാസ് ടു അക്സെപ്റ്റ് ഇറ്റ്. എന്നിട്ട് ആ ഒരു രീതിയിൽ ബേബീനെ വളർത്തുക എന്നുള്ളതേ ഉള്ളൂ. പാല് ശരിക്കും ഒട്ടുമില്ലാത്ത, ഒരു തുള്ളി പോലും ഇല്ലാത്ത ആളുകളുണ്ട്, അങ്ങനെയാണോ? അതെ, മെഡിക്കലി ആയിട്ടുള്ളവർ, ചിലർക്ക് ജനറ്റിക്കലി തന്നെ പാലില്ലാത്തവരുണ്ട്. അപ്പോൾ അത് അവർ ഡോക്ടറെ കണ്ടിട്ട് അവർക്ക് അങ്ങനെ ആണെങ്കിൽ ദെൻ ഫോമുലയിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുക. ദെൻ ആ കുട്ടീൻ്റെ ആ ഗ്രോത്തിൻ്റെ കാര്യങ്ങളിലേക്ക് മദർ ഇൻവോൾവ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പം എന്തെങ്കിലും കാരണത്താൽ അവർക്ക് പാല് ഉണ്ട്, ബട്ട് ഈ ഒരു കുറവാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോമുല ഞാൻ പറഞ്ഞ പോലെ തന്നെ റേഷ്യോ വൈസ് നമുക്ക് ഡിഫറൻസ് കൊണ്ടുവരാം. ഒരു റേഷ്യോയിൽ ഇപ്പം എത്ര നേരം കുഞ്ഞ് കുടിക്കുന്നു അത് സ്വിച്ച് ചെയ്തിട്ട് ഗ്രാജുവലി ബ്രസ്റ്റ് മിൽക്ക് ലാച്ചിങ് എത്ര കുറയുന്നു അത്രത്തോളം മിൽക്ക് ഒട്ടും. കാരണം ഇത് നമ്മുടെ ബോഡി പ്രിപ്പയർ ചെയ്യുന്ന, കുഞ്ഞ് എത്രത്തോളം കുടിക്കുന്നു അത്രത്തോളം നമ്മുടെ ബ്രെയിന് അതിന്
സിഗ്നൽ കൊടുക്കും, ലൈക്ക് കുട്ടി ഇത്രയും ദിവസം ഇത്രയും ml കുടിക്കുന്നത്, അപ്പോൾ അത്രയും മിൽക്ക് നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് ബ്രെയിനിന് ഒരു സിഗ്നൽ വരും. അത് കുറഞ്ഞ് 10 ml ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത ദിവസങ്ങളിലോട്ട് അത് 10 വരുള്ളൂ. സോ ദ നമ്പർ ഓഫ് ലാച്ചിങ് അല്ലെങ്കിൽ കുട്ടി എത്ര നേരം സക്ക് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടുള്ള പാല് മാത്രമേ വരുള്ളൂ. ഇപ്പം കുഞ്ഞുണ്ടാവുന്ന ഉടനെ തന്നെ ഇപ്പം 4 മണിക്കൂറിൽ നമ്മൾ ഫീഡ് ചെയ്യണമെന്ന് പറയും. അപ്പം ആദ്യത്തെ ദിവസങ്ങളിൽ പാല് കുറവുള്ള ആളുകളുണ്ടല്ലോ, ചിലർക്ക് ആദ്യം തൊട്ടുണ്ട്, പക്ഷെ ചിലർക്ക് ആദ്യത്തെ ദിവസങ്ങളിൽ പാല് കുറവായിരിക്കും. അപ്പോൾ എല്ലാവരും ഫോർമുല കൊടുക്കുന്നത് ഇപ്പം സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. ആദ്യം തന്നെ കൊച്ചിന് ഫോർമുല കൊടുക്കുന്ന ഒന്ന് കൊള്ളത്തില്ല, അങ്ങനെ കൊടുത്താൽ പിന്നെ നമ്മൾ എത്ര ശ്രമിച്ചാലും കുഞ്ഞ് തിരികെ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കാൻ താല്പര്യനാവത്തില്ല എന്നുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യം മിൽക്ക് കുറവ് കാണുന്നത് ഈ സി സെക്ഷനിലാണ്. കാരണം നമ്മൾ ഈ ഡെലിവറി പ്രോസസ്സ്, ഒരു നോർമൽ ഡെലിവറി പ്രോസസ്സിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞ് വരുന്ന ആ പ്രോസസ്സിൽ പല ഹോർമോൺസ് ലൈക്ക് ഓക്സിറ്റോസിനൊക്കെ ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുഞ്ഞ് വരുന്ന ആ ലേബർ പ്രോസസ്സിൽ നമ്മുടെ ബ്രസ്റ്റും അതേപോലെ തന്നെ ഇതിന് പ്രിപ്പയർഡ് ആയി തുടങ്ങും. അതുകൊണ്ട് മിക്ക ഒരു നോർമൽ ബർത്തിങ്ങിൽ ഈ പറഞ്ഞ കണ്ടീഷൻ ഭയങ്കര കുറവാണ് കാണുന്നത്. കാരണം അതിന് ഓൾറെഡി ഈ ലേബർ പ്രോസസ്സിൽ ബ്രസ്റ്റും നമ്മുടെ ശരീരവും എല്ലാം പ്രിപ്പയർഡ് ആവുക. പക്ഷേ സിസേറിയൻ എന്ന് പറയുന്നത് വിത്തിൻ ആൻ ആറിനുള്ളിൽ കുഞ്ഞ് പുറത്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് മേ ബി ചിലപ്പോൾ അവർക്ക് ഇനിഷ്യലി ഫ്യൂ ഡേയ്സ് കുറവായിരിക്കും. അപ്പോൾ ഇതിന് നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന ഒരു പ്രഗ്നൻസി കെയറിൽ തന്നെ ആയിരിക്കും. മേ ബി നിങ്ങൾക്ക് ഉണ്ടാവില്ല, സോ ഹാവ് സം പേഷ്യൻസ്, ലാച്ചിങ് തന്നെ കണ്ടിന്യൂ ചെയ്യുക, സെയിം വേ ഫോർമുല ഫീഡിങ്. പക്ഷേ നമ്മൾ ഫോർമുല ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ പറയുന്ന ഒരു ഡിഫറൻസ് വരാം, ബോട്ടിൽ ഫീഡിങ് ഒഴിവാക്കുക എന്നാണ്. നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ കുട്ടിക്ക് either ഗോകർണം പോലത്തെ സാധനത്തിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സ്പൂൺ ഫീഡിങ്. അത് കുട്ടി പാലല്ല, കുട്ടിക്ക് സക്കിയ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുന്നു, അടുത്ത ദിവസം നമുക്ക് കൈയൊക്കെ കഴയ്ക്കുന്നുണ്ട്, നമ്മൾ അത്രയും നാൾ നമ്മൾ വ്യായാമം ചെയ്യാത്തത് അല്ലെങ്കിൽ ആ മസിൽസ് ഉപയോഗിക്കാത്ത. അപ്പോൾ കുട്ടികളിൽ ജനിക്കുന്ന ഒരു കുട്ടി ചിലപ്പോൾ ഒരു 3 kg ഒക്കെ ആയിരിക്കാം. അപ്പോൾ കുട്ടിയുടെ മസിൽസ് ഭയങ്കര ഫ്ലാബിയാണ്, ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. അപ്പോൾ ഇവർക്ക് കുറച്ച് സക്കിയും ഇവർക്ക് കഴയ്ക്കും. നമ്മൾ അതിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കൊച്ചു ഉറങ്ങുന്നത് വീണ്ടും ഇട്ട് തോണ്ടും. അപ്പോൾ ഉടനെ കൊച്ചു വീണ്ടും വീണ്ടും തോണ്ടും. കാരണം അവർ ഈ നിർത്തുന്നത് അവർ കഴയ്ക്കുന്നത് കൊണ്ട് നിർത്തുന്നത്. സോ നമ്മളെപ്പോഴും പറയാം അതിന് ടൈം കൊടുക്കുക. എന്നിട്ട് ഒരു വീണ്ടും ബ്രസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ കാലിലിക്കളാക്കുന്നത്, ചെവിയിലിക്കളാക്കുന്നത്, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. അപ്പം നമ്മളിതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഇത് സ്വിച്ച് ചെയ്യാൻ ഭയങ്കര പാട് വരുന്നത്. അപ്പോൾ മദേഴ്സിനോട് ചിലപ്പോൾ കുട്ടിക്ക് ഇനിഷ്യലി മേ ബി ഒരു സി സെക്ഷൻ കഴിയുമ്പോൾ ഉണ്ടാവില്ല. വാട്ട് ദ പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ ന്യൂണറ്റോളജിസ്റ്റ് റെക്കമെൻഡ് അത് ആദ്യം എടുക്കുക. സോ ഇഫ് യു റെക്കമെൻഡ് ആ കുട്ടിക്ക് എന്തായാലും ഇന്ത്യക്ക് എന്തായാലും പോയേ പറ്റില്ല. അത് പാലില്ലാഞ്ഞിട്ട് നിർബന്ധിച്ച് കൊച്ചിനെ കൊണ്ട് വെറുതെ സക്ക് ചെയ്ത് വിശപ്പ് അതൊക്കെ കുഞ്ഞിൻ്റെ വെയിറ്റൊക്കെ മോണിറ്റർ ചെയ്തിട്ട് തന്നെയാണ് പീഡിയാട്രീഷ്യൻസ് അത് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഇനിഷ്യൽ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ സർവൈവ് ചെയ്യാനാണ്. എല്ലാം മോണിറ്റർ ചെയ്യുമ്പോഴും കറക്റ്റ് ആണ്, ഇത്ര യൂറിൻ പാസ് ചെയ്യുന്നു, മോഷൻ പാസ് ചെയ്യുന്നു, ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും പീഡിയാട്രീഷ്യൻസ് അല്ലെങ്കിൽ ന്യൂണറ്റോളജിസ്റ്റ് അത് റെക്കമെൻഡ് ചെയ്യും. പക്ഷേ വൺസ് വി വോണ്ട് ടു സ്വിച്ച് ഇറ്റ്, നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, സ്പൂൺ ഫീഡിങ്, ഗോകർണം, വിച്ച് ടേക്ക് ടൈംസ്. ബോട്ടിൽ പോലെ ഈസിയല്ല. അപ്പോൾ ആ സക്കിങ് അവർക്ക് ഭയങ്കര ഈസിയാണ്, കുറച്ച് എൻജോയബിൾ ആണ്. പക്ഷേ ബ്രസ്റ്റ് അത്ര എൻജോയബിൾ അല്ല ഇൻ ദ ഇനിഷ്യൽ. പക്ഷെ അവരൊരു 1 to 2 months, ഒരു 90 days കഴിയുമ്പോൾ അവർ അതിൻ്റെ എക്സ്പെർട്ടൈസ് ആവും. അപ്പം അതുകൊണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നു മേ ബി ആ ഫോർമുല ഫീഡിങ് ഉള്ളതല്ല ഇഷ്യൂ, ദ വേ ഓഫ് ഫീഡിങ് ആണ്. ശരിയാണ്. കാരണം ആദ്യം തന്നെ മറ്റേ നിപ്പിള് ബോട്ടിൽ പഠിച്ചാൽ പിന്നെ കൊച്ചിനെ തിരിച്ചു വരാൻ താല്പര്യം ഉണ്ടാകത്തില്ല. ഈസി ആണല്ലോ. അതെ, നിപ്പിൾ കൺഫ്യൂഷൻ എന്നാണ് പറയുന്നത് കുട്ടികൾക്ക്. ഓക്കെ. അപ്പോൾ ഈ സമയത്ത് പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് പാലുണ്ടാവാനുള്ള മരുന്നുകളുണ്ട് ആ സമയത്ത്. ഇതിപ്പോൾ ഡോക്ടർ പറഞ്ഞ് എനിക്ക് സയൻറ്റിഫിക്കലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഇസ്, പക്ഷെ പാലുണ്ടാവാനുള്ള മരുന്നുകളുണ്ട്, അങ്ങനെയുണ്ടോ? അതെ ഉണ്ട്, ഇഷ്ടംപോലെ നമുക്ക് ഗാലക്ടോകോക്സ് ഉണ്ട് മാർക്കറ്റിൽ, ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ഈവൻ ആയുർവേദത്തിലും ഉണ്ട്. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ തന്നെ ചുമ്മാ നമ്മൾ പൗഡർ പാലിൽ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ പാൽ ഉണ്ടാവില്ല. കുട്ടി സക്ക് ചെയ്യണം, കുട്ടി ലാച്ച് ചെയ്യണം. ഈവൻ കുട്ടി ഉറക്കമാണെങ്കിൽ മാനുവലി ഞങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറയും. എക്സ്പ്രസ് ചെയ്ത് പ്രിസർവ് ചെയ്യുന്നത് ഇപ്പോൾ ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് പ്രിസർവേഷൻ ചെയ്യാൻ പറ്റും, ഫ്രിഡ്ജിലും ഫ്രീസറിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ഉണ്ട്. അപ്പം മേ ബി അവർക്ക് ഒരു മിൽക്ക് അധികമാണ് വരുന്നതെങ്കിൽ ലാച്ച് ചെയ്ത് അവർ വെക്കുക. ഈ സക്കിങ് എപ്പോൾ കുറയുന്നു ഓട്ടോമാറ്റിക്കലി മിൽക്ക് കുറയും. അപ്പോൾ ഈ ഗാലക്ടോകോ കൊടുത്തു കഴിഞ്ഞാൽ പാൽ ഉണ്ടാവില്ല. മിൽക്കിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യും. അത് കുറച്ച് കട്ടിയുള്ള പാലായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര നേർത്ത പാലായിരിക്കും. ചിലപ്പോൾ അവർക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വേണം. ചില അമ്മമാർ ഞാൻ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഡെലിവറി കഴിയുമ്പോൾ ഒട്ടും ഫുഡ് എടുക്കാത്തൊരവസ്ഥ വരും. ബിക്കോസ് വെയിറ്റ് പുട്ട് ഓൺ ചെയ്യും എന്ന് വെച്ചിട്ട് അവരൊട്ടും കഴിക്കില്ല. അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാവും, പാല് ഭയങ്കര തിന്നറാണ്. സോ ആ അമ്മമാർക്ക് നമ്മൾ പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഈ പറയുന്ന ശതാവരി കിഴങ്ങിൻ്റെ പൊടിയാണ് ഏറ്റവും ബെസ്റ്റ്. വൺ ഓഫ് ദ എനിക്ക് തോന്നുന്നു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹെർബാണ് ഈ ശതാവരി എന്ന് പറയുന്നത്. അതിൻ്റെ കിഴങ്ങ് നമ്മൾ പൊടിച്ച് നമ്മൾ കാണുന്ന മാർക്കറ്റിലെ മിക്ക ഗാലക്ടോകോക്സ് ശതാവരിയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അത് കിഴങ്ങ് പൊടിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്കിൽ ചേർത്തോ ഒക്കെ അവർക്ക് എടുക്കാം. അതൊന്നും വെയിറ്റ് ഗെയിനിങ് ഒന്നുമല്ല, അത് മിൽക്കിൻ്റെ ക്വാളിറ്റി. പിന്നെ മിൽക്ക് എൻഹാൻസ് ചെയ്യാൻ ഈ പറഞ്ഞ വെളുത്തുള്ളി, ഉലുവ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പ്രോപ്പർ ടൈമിൽ ഫുഡ് എടുക്കുക. ദഹിക്കാതെ ഫുഡ് എടുക്കരുത്. ഈ പറഞ്ഞ ഓവറായിട്ടും ഫുഡ് എടുക്കുന്നത് ദോഷമാണ് നമുക്ക്. ഇനി